ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ഇങ്ങോട്ട് വരിക. അപ്പൊ ഞാൻ ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് വരിയുവാണ് അതേലെല്ലാം. അതേ അടുത്ത കാല് തങ്കപ്പന് പിന്നെ കാലിഷ്ടമേ അല്ല, പിന്നെ കുഴപ്പമില്ല. അമ്മയ്ക്ക് വല്ല ഡയലോഗും പറയാനുണ്ടോ? നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് കടക്കാം. ഇവിടെ എണ്ണ ഒഴിക്കണം. അപ്പൊ ഗൈസ് 3 തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തെ ആ സൗണ്ട് ഉണ്ടല്ലോ ഒരു അപ്പൊ ഗൈസ് 3 സവോള അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക്. ഫസ്റ്റ് തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, അരിഞ്ഞത്. അപ്പോൾ ഗായ്സ് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വരളാൻ വേണ്ടി ഇച്ചിരി നേരം നമുക്ക് അടച്ച് കൊടുക്കാം. ഗായ്സ് നമ്മൾ തുറക്കണം. നാല് ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് ഫസ്റ്റ് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതവിടെ മല്ലിപ്പൊടി ഇട്ടേക്കാം. ഇച്ചിരി എണ്ണയും കൂടി ഒഴിക്കാം. ഇത് കുരുമുളക് പൊടി, പെരിഞ്ജീരകം, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി അങ്ങ് ഇട്ടിട്ട് പാത്രം നമുക്കങ്ങ് മാറ്റാം. എന്നിട്ട് നമ്മുടെ സ്പൂൺ എടുത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കോ. നമുക്ക് തുറന്നിട്ട് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ടുള്ള സ്റ്റെപ്പിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇടാം. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പം നമ്മൾ ഇടാൻ പോവുകയാണ്. നമ്മുടെ ചിക്കൻ അപ്പോൾ എന്നിട്ട് നല്ല രീതിക്കൊന്ന് മസാല അതേലോട്ട്
ആകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് അപ്പം കുറച്ച് വയ്ക്കണം. അപ്പം നല്ല രീതിക്കൊന്ന് മസാല ഇതിൽ പിടിക്കണം. അത്രയും വരെ ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. നല്ല രീതിക്കൊന്ന് ഇളകി സബോളയെല്ലാം മണ്ടയ്ക്ക് വന്ന് അതെല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ അടപ്പെടുത്ത് നമുക്കൊന്ന് അടച്ചു കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് മതി. നമ്മുടെ സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂടെ സോയാ സോസ് ഒഴിക്കുകയാണ്. ഇതൊന്ന് ആവി പിടിക്കാനായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പുള്ളി. നല്ല ചാറെല്ലാം വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ആ മണം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ നല്ല ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്താ മണം! ഇനി നമുക്ക് കഴിക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് സർവ് ചെയ്യാം. ഇവിടെ അല്ല, സോ നമുക്ക് കഴിക്കാം. എന്താ മണമുള്ള ചിക്കൻ കറി! നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുകയാണ്. ചാറും ഇച്ചിരി പീസും ഇച്ചിരി കൂടെ പീസും എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഇച്ചിരി തൈരും കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കണം. നമ്മളെ ചിക്കൻ കറി ഇതാ റെഡി ആയിരിക്കുന്നു. നമുക്കിനി ഇത് കൊണ്ടുപോകാം. ഡൈനിങ് ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു നമ്മുടെ ചിക്കൻ കറി. എടുത്തോ. ചോറങ്ങോട്ട് ഇട്ടിട്ട് ചിക്കൻ കറി മെയിൻ താരം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ കാല് തന്നെ എടുത്ത് വെച്ചിട്ട് ഇച്ചിരി ചാറങ്ങോട്ട് ഒഴിക്കുക. നമ്മുടെ പാത്രത്തിൽ മാറ്റിയിട്ട് ഇച്ചിരി തൈര്, തോരനും കൂടെ ഇച്ചിരി എടുത്ത് ഇച്ചിരി തൈരും എല്ലാം കൂടെ എടുത്തങ്ങോട്ട് ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിച്ച് നോക്കണം നമുക്ക്. നല്ല സോഫ്റ്റ് ചിക്കൻ പീസും ഇച്ചിരി ചാറും. അപ്പോൾ ഗൈസ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാണ്.